എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പതിപോലെ ചോറൊക്കെ ഒന്ന് തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തലേദിവസത്തെ കറിയാണ് ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം പാവയ്ക്കത്തീയിലാണ് വെച്ചത്, അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ അതൊന്ന് വെച്ചതിന് ശേഷം പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരുന്നു എന്താണ് തോരൻ കറി വെക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ ആകെ ഉള്ളത് കുറച്ച് 2-3 ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു കഷ്ണം ക്യാബേജുമാണ്. അപ്പോൾ ഞാൻ ഓർത്തിന്ന് ക്യാരറ്റ് തോരൻ വെക്കാമെന്നും. അപ്പം പാവയ്ക്കത്തീയിലും ഉണ്ട്, ക്യാരറ്റ് തോരനും ആവും. പിന്നെ എന്തെങ്കിലും മീനാണെങ്കിൽ പച്ചമീനൊന്നും ഇല്ല, ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറക്കാമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പം ക്യാരറ്റ് എല്ലാം കഴുകി ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് തോരൻ വെക്കാനായിട്ട് ഒരു 2 ക്യാരറ്റ് ഞാനൊന്ന് ചീകിയിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു സവോള എടുത്തിട്ടുണ്ട്. സവോള ഒരെണ്ണം എടുക്കുന്നില്ല, അതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ, പൊളിച്ച് വെച്ചെന്നുള്ളതേ ഉള്ളൂ. പിന്നെ 3-4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചോപ്പറിനകത്തിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് പെട്ടെന്നൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് അരിയാനായിട്ട് പാടാണ്. നമുക്ക് പ്രസ് ചെയ്യുന്നതായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കും. അതിന് ശേഷമാണ് ഇതൊന്ന് അരിഞ്ഞെടുക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, അതൊന്ന് വെട്ടിയെടുക്കുവാണേ. അപ്പോൾ ഇത് കുറിച്ചി എന്ന് പറയും, ചില സ്ഥലങ്ങളിലൊക്കെ മുള്ളൻ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ കോട്ടയം ഭാഗത്തൊക്കെ ഇതിന് കുറിച്ചി എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് തല കളഞ്ഞ് ഞാൻ എടുക്കുവാണ്. സൈഡിലത്തെ ആ മുള്ളൊക്കെ ഒന്ന് കട്ടിയുള്ള മുള്ളൊക്കെ മാത്രം ഒന്ന് വെട്ടിക്കളയുന്നുണ്ട്. അല്ലെങ്കിൽ അത് കഴുകിയെടുക്കുമ്പോൾ പാട്, അതിനെല്ലാം കടിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ആ സൈഡിലത്തെയും വാലും ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തല ഞാൻ എടുക്കത്തില്ല. ചില സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും തലയെടുക്കുന്നത് കാണാം, ഞാൻ പക്ഷേ തലയൊന്നും എടുക്കത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് വെട്ടി കഴുകി എടുത്തുകൊണ്ട് വരാവേ. അപ്പം അത് നമ്മുടെ കുറിച്ച് ഞാൻ വെട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെട്ടി തേച്ച് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. തലയെല്ലാം കളഞ്ഞ് വയറിലെ അഴുക്കെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് തോരൻ കറി വെക്കണം. ക്യാരറ്റാണ് തോരൻ വെക്കാനായിട്ട്. അപ്പം ക്യാരറ്റ് തോരനും അതുപോലെ തന്നെ ഉണക്കമീൻ വറുത്തതും പിന്നെ നമ്മൾ പാവയ്ക്കത്തീയിൽ വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ മതിയല്ലോ. അപ്പോൾ ഈ പാവയ്ക്കത്തീയിലും ഉണക്കമീൻ വറുത്തൊന്നും രാഹുൽ കൂട്ടത്തില്ല. പിന്നെ അവനായിട്ട് സെപ്പറേറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ട് മോരുണ്ടായിരുന്നു, തലേദിവസത്തെ മോരിരിപ്പുണ്ടായിരുന്നു, അതും ക്യാരറ്റ് തോരനും അതുപോലെ തന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് മതി അവന്. പിന്നെ കാപ്പിക്കായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാനായിട്ട് ഒന്നും അരച്ചൊന്നും വെച്ചില്ല. അതിനില്ല, എനിക്കും രാഹുലിന് മാത്രം മതിയല്ലോ. ചേട്ടൻ ചോറിനുന്നതുകൊണ്ട് ചേട്ടന് വേണ്ട. അതുകൊണ്ട് എന്തെങ്കിലും ലൊട്ടിലൊടുക്ക് പരിപാടികളിലൂടെയൊക്കെയാണ് രാവിലത്തെ കാപ്പി ഒക്കെ ഉണ്ടാകുന്നത്. ചില ദിവസങ്ങളിലൊക്കെ അവന് ബിസ്ക്കറ്റ് മതി, അത് കഴിച്ചുകൊണ്ട് പൊക്കോളും. അല്ലെ ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് കഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഇതൊന്നും ഇല്ലാത്തത് കാരണം ഗോതമ്പ് പൊടിയുണ്ട്, അതുകൊണ്ട് കല്ലിൽ ഇങ്ങനെ അട പോലെ പരത്തിയെടുക്കത്തില്ല. കൈ കൊണ്ട് തേങ്ങയും പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മൾ മൊത്തത്തിൽ കുഴച്ചിട്ടുണ്ടാക്കത്തില്ല, അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അതാകുമ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും, ഒരെണ്ണം മതിയല്ലോ. അപ്പം അതൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചേ. ഈ സമയത്ത് നമ്മുടെ കടുകെല്ലാം വറുത്ത് ഞാൻ ക്യാരറ്റ് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി, ഒത്തിരി തേങ്ങ ഇടരുത് ക്യാരറ്റ് തോരൻ വെക്കുമ്പോൾ. കാരണം ക്യാരറ്റിന് ഓൾറെഡി മധുരമാണ്, അതിൻ്റെ കൂടെ തേങ്ങയും കൂടി ഇടുമ്പോൾ പിന്നെയും കുറച്ചുകൂടി ഒരു മധുരം പോലെ തോന്നിക്കും. അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി.
ഈ സമയത്ത് നമ്മുടെ പാൻ അടുപ്പത്തിരുന്ന് ചൂടായായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ തോരൻ വെക്കാനുള്ള ധൃതിക്ക് അതിൻ്റെ വഴിക്ക് പോയപ്പോൾ ഇത് ചൂടായി വന്നു. പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അത് ഒഴിച്ചു കൊടുത്ത് വന്നപ്പോൾ നമ്മുടെ തോരൻ ഈ ഇപ്പുറത്തെ വശത്ത് കരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അതൊന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് എണ്ണ ചൂടായപ്പോൾ ഞാൻ നമ്മുടെ കുറിച്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതെല്ലാം ഒരേപോലെ നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം. നമുക്ക് പെട്ടെന്ന് പണിയും തീരും, നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടക്കും. ഒരാൾ തന്നെ ആകുമ്പോഴത്തേനും നമ്മളിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം. 2 പേർക്ക് പൊതി എടുക്കണം, അവർക്ക് കഴിക്കാൻ ഉണ്ടാക്കി വെക്കണം, എല്ലാം ഈ 6:30 ആകുമ്പോൾ അവർക്ക് പോകുമ്പോഴത്തേന് എല്ലാം റെഡിയായി വരണ്ടേ. അപ്പം ഇതെല്ലാം ചടപടയെന്ന് നമുക്കൊരു ഉത്സാഹത്തോടു കൂടി ചെയ്താൽ എല്ലാ കാര്യം നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. പിന്നെ തലേദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുന്നതൊക്കെ ചെയ്ത് വെക്കുകയും കൂടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഉണക്കമീനൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഞാനിങ്ങനെയൊക്കെയാണ് എല്ലാം. മിക്ക ദിവസം അഴുക്ക പോലത്തെ കറിയൊക്കെയാണ് തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കും. അപ്പം മോരൊക്കെയാണെങ്കിലും തലേദിവസം ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ രാവിലെ പിന്നെ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ. മീൻ കറിയൊക്കെ തലേദിവസം വെക്കുവാണെങ്കിൽ അതും നമുക്ക് എളുപ്പമല്ലേ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ തോരനോ എന്തെങ്കിലും വറക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ലാതെ. അതുപോലെ തന്നെ കാപ്പിക്കൊക്കെ ഉണ്ടാക്കുന്ന ദിവസമൊക്കെയാണ് ഇച്ചിരി പണി നമുക്ക് കൂടുതലാണല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ നടക്കണമെങ്കിൽ നമുക്ക് തലേദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചാലേ ഉള്ളൂ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ തലേദിവസം എപ്പോഴും ചോറ് വെക്കുന്നത്. പിന്നെ നമുക്കൊന്ന് തിളപ്പിച്ചൂറ്റിയാൽ മതിയല്ലോ. പിന്നെ ഇവിടെ ആയതുകൊണ്ട് ഈ 4 അടുപ്പുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ. നാട്ടിലൊക്കെയാണെങ്കിൽ 2 അടുപ്പിലിട്ടൊക്കെ വലിയ പാടാണ്. പിന്നെ അല്ലെങ്കിൽ അടുപ്പെല്ലാം കത്തിച്ച് മറ്റേ വിറകടുപ്പെല്ലാം കത്തിച്ച് അകത്തെ ചോറ് വെച്ചിട്ട് പിന്നെ ഗ്യാസിൽ ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും. ഇവിടെ പിന്നെ ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം എല്ലായിടത്തും ഇതുപോലത്തെ സ്റ്റൗവൊക്കെയാണ് വാങ്ങിക്കുന്നത്. 3 അടുപ്പും 4 അടുപ്പൊക്കെ ഉള്ളതാണ് വാങ്ങിക്കുന്നത് തോന്നുന്നു. എൻ്റെ വീട്ടിലെ സ്റ്റൗ എന്ന് പറഞ്ഞാൽ പഴയ സ്റ്റൗവാണ്. അപ്പോൾ അത് 2 അടുപ്പ് മാത്രമേ കത്തിക്കാൻ പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷമാണ് ഇതുപോലത്തെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നത്. ഇവിടെ വന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഇനിയിപ്പം നാട്ടിൽ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല. നാട്ടിലോട്ട് നമുക്ക് തിരിച്ചു പോകണമല്ലോ. ആ സമയത്ത് നമുക്ക് ഇതുപോലത്തെയൊക്കെ സ്റ്റൗവൊക്കെ വാങ്ങണം വീട്ടിൽ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് ശീലിച്ചുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോഴും ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. എന്നാലും നമ്മളെല്ലാ രീതിയിലും ജീവിക്കാനായിട്ട് അഡ്ജസ്റ്റായി പോകണം. അങ്ങനെയാണ് നമ്മളുടെ മനുഷ്യ ജീവിതം. ഏത് സാഹചര്യത്തിലും നമ്മൾ ജീവിക്കണം. അപ്പം ഗോതമ്പടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് വെച്ച് ചായ വെച്ചു. ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളും പാചകങ്ങളും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.